ആൺപിള്ളേരുടെ ശ്രദ്ധയ്ക്ക്. നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ഇപ്പോൾ പെൺപിള്ളേരെ കിട്ടാനില്ല, കെട്ടാനുമില്ല, മനസ്സിലായോ? അപ്പോൾ നമ്മളെ ഇന്ത്യക്ക് പുറത്തുള്ളവരെന്താ ചെയ്യുന്നതെന്നറിയോ? ഒരു പെണ്ണ് ഫ്രീ ആയിട്ട് നിന്നാൽ, മീൻസ് വിഡോവറോ അല്ലെങ്കിൽ ഡിവോഴ്സ് നിൽക്കുന്നവർ, ഡിവോഴ്സായ പെൺപിള്ളേർ അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ അവരെ കെട്ടും. എൻ്റെ അഭിപ്രായത്തിൽ അതിനെന്താണ് തെറ്റ്? അങ്ങനെ കെട്ടുന്നതിനോട് ഇവിടെ നമ്മുടെ നാട്ടുകാർക്കൊന്നും അയ്യോ കെട്ടിയ പെണ്ണോ വേണ്ട, നമ്മളെ മോൻ ഇങ്ങനെ നിന്നാലും വേണ്ടില്ല, അവർ കെട്ടാൻ പാടില്ല. എന്താണ് അതിനർത്ഥം? ആ പെണ്ണെ കെട്ടിയത് ഒരു കുട്ടി ഉണ്ടായിപ്പോയതൊക്കെ അവർ തെറ്റാണോ? എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ പറ്റുമെങ്കിൽ നിങ്ങൾ പെണ്ണിനെ കെട്ടുക. നിങ്ങളൊന്ന് കിടന്നു പോയാൽ നിങ്ങളെ നോക്കാൻ ഒരു പെണ്ണ് വേണ്ടേ? നിങ്ങളുടെ ഉള്ളിലും അങ്ങനെയുണ്ടോ? കെട്ടിയ പെണ്ണിനെ ഞങ്ങൾക്ക് വേണ്ട. നിങ്ങൾ 10-40 വയസ്സ് വരെ ഇങ്ങനെ മസിൽ പിടിച്ചിരിക്കും, കെട്ടിയ പെണ്ണിനെ ഞങ്ങൾക്ക് വേണ്ട, കെട്ടിയ പെണ്ണിനെ വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട്. ഒരു പെണ്ണിപ്പോൾ വരും എന്ന് പറഞ്ഞിട്ട് പെൺപിള്ളേരെല്ലാം പുറത്തോട്ട് പോവാണ്. പിന്നെ അവർ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളവരെ പലരും കെട്ടുള്ളൂ. അതൊക്കെ നിങ്ങൾ ചിന്തിക്കണം. പിന്നെ ഇപ്പോൾ ഉള്ള പെൺപിള്ളേർക്കൊന്നും ഒരു പണിയും അറിയില്ല. പലരും കെട്ടാൻ ആഗ്രഹിക്കാത്തതും അതെ. കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പണിയെടുക്കണം, വീട്ടുപണി എടുക്കണം, ചോറും കറിയും വെക്കണം. ഇതൊക്കെ തന്നെയാണ് എല്ലാവരുടെയും പെൺപിള്ളേരുടെ ഒരു ഇത്. ഞാൻ പറയുന്നത്, നിങ്ങൾ പുറത്തെ കൾച്ചറിൽ അങ്ങനെയില്ല. ഇപ്പോൾ ഡിവോഴ്സ് ആയവരെ അവർ കെട്ടുന്നുണ്ട്, പിന്നെ വിഡോവകളായവരെ അവർ കെട്ടുന്നുണ്ട്. ഇവിടെ നമ്മളെ നാട്ടിൽ എന്താ അങ്ങനെ ഒരു ചിന്ത എന്താണ് ആൾക്കാർക്ക്? കെട്ടിയ പെണ്ണിനെ വേണ്ട എന്നുള്ളൊരു ചിന്ത പഴയ ആൾക്കാർ ഇങ്ങനെ എപ്പോഴും ഉള്ളത് കൊണ്ടാണ്. ഈ പഴയ ആൾക്കാരാണ് കെട്ടാണ്ട് ഞങ്ങളുടെ മോൻ കെട്ടൂല എന്ന് വിചാരിക്കുന്നത്. അവർ കല്യാണമൊക്കെ കഴിഞ്ഞ് അവരുടെ കാര്യമൊക്കെ കഴിഞ്ഞല്ലോ. ഈ ഒന്ന് കിടന്നു പോയാൽ ആരവരെ നോക്കും? പെങ്ങന്മാർ വരുമോ നോക്കാൻ? സഹോദരങ്ങൾ വരുമോ നോക്കാൻ? അതൊക്കെ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്. നിങ്ങളൊന്ന് കൊണ്ടുവന്നാൽ ഒരാഴ്ചയുള്ള ദേഷ്യമേ അത് കഴിഞ്ഞാൽ അവർ അതെല്ലാം മറക്കും. നാട്ടുകാരെന്തെങ്കിലും പറയുമായിരിക്കാം. അപ്പോൾ ഒരാളൊന്ന് തുടക്കം കുറിച്ചാൽ ബാക്കി എല്ലാവരും വരിയായിട്ട് കെട്ടിക്കോളുമെന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളെന്ത് പറയുന്നു? ആ പെണ്ണിനും ആരും ഇല്ലാണ്ടിരിക്കുന്നതായിരിക്കും. ഈ ഇടയ്ക്ക് ഇവിടെ ഒരു ചേച്ചീൻ്റെ കല്യാണം അങ്ങനെ കഴിഞ്ഞു. അവരെ മോളെ കല്യാണം കഴിഞ്ഞു. അവർ കല്യാണം കഴിയാറായി നിൽക്കുകയായിരുന്നു. അപ്പോൾ അവർക്കൊരു കല്യാണം വന്ന് അവർ കഴിച്ചു. എനിക്കതൊക്കെ കേട്ടിട്ട് ഹാപ്പി ആയിട്ടാണ് തോന്നിയത്. കേട്ടിട്ട് ഈ ഇടയ്ക്കും ഒരു ചേച്ചി പറഞ്ഞിട്ട് ഡിവോഴ്സായി നിൽക്കുകയായിരുന്നു വർഷങ്ങളായിട്ട്. ഇപ്പോൾ അവർ കല്യാണം കഴിച്ചു എന്ന്. കഴിക്കട്ടെ, എന്തിനാ? ഇഷ്ടമുണ്ടെങ്കിൽ കഴിക്കട്ടെ, അവർ കല്യാണം കഴിക്കട്ടെ. കല്യാണം കഴിയാത്ത ചെക്കൻ തന്നെ കെട്ടിയെന്ന് പറഞ്ഞു. പിന്നെ കല്യാണം കഴിഞ്ഞ പെണ്ണിന് കല്യാണം കഴിഞ്ഞ തന്നെ ചെക്കൻ വേണമെന്നൊന്നുമില്ല. ഇനി വലിയ ഏജ് ഡിഫറൻസൊക്കെ എന്തിനാ ഈ നോക്കുന്ന? ഏജ് പെണ്ണുങ്ങളൊരു 10-40 വയസ്സായാലും പിന്നെ കണ്ടാലൊരു 30 വയസ്സൊക്കെ തോന്നിക്കുള്ളൂ. ആമ്പിള്ളേർക്ക് ഒരു 10-50 വയസ്സാകുമ്പോഴേ ഒരു 60-70 വയസ്സ് തോന്നിക്കും. നിങ്ങളത് മനസ്സിലാക്കുക. കാരണം ആ പെണ്ണുങ്ങളെല്ലാം എപ്പോഴും ഒരുങ്ങി നടക്കുന്ന കൂട്ടത്തില്ല. അതുകൊണ്ട് അവരെ ഏജ് കുറഞ്ഞ് തന്നെ ഇരിക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പെണ്ണുണ്ടെങ്കിൽ നിങ്ങൾ കല്യാണം കഴിഞ്ഞ് ജീവിക്കാൻ നോക്കുക. അപ്പോൾ ഓരോരുത്തരായിട്ട് തുടക്കം കുറിച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളവരും കെട്ടും. എൻ്റെ അഭിപ്രായമാണിത്. നിങ്ങൾ എത്ര പേര് അക്സെപ്റ്റ് ചെയ്യണമെന്നറിയില്ല. ഒന്ന് തിരിഞ്ഞ് ചിന്തിച്ച് നോക്ക്. നിങ്ങൾക്ക് നാട്ടിൽ നിൽക്കാൻ മടിയാണെങ്കിൽ കെട്ടി വേറെ എവിടെയെങ്കിലും പോയി നിൽക്കും. മടി എന്തിനാണെന്ന് ആലോചിക്കണേ. ആ പെണ്ണിന് ഒരു ജീവിതം കിട്ടും, നിങ്ങൾക്കും ഒരു ജീവിതം കിട്ടും. നിങ്ങളൊന്ന് കടന്നു പോയാൽ നിങ്ങൾക്ക് വെള്ളം എടുത്ത് തരാൻ ഒരാൾ വേണം. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സപ്പോർട്ട് വേണം. നിങ്ങൾക്കൊരു പെണ്ണില്ലാണ്ട് നിങ്ങളുടെ വികാരങ്ങളൊക്കെ ഉള്ളിലൊതുക്കി ആ ഒരു ഫ്രസ്ട്രേഷൻ, പെണ്ണുങ്ങളതിനെ കുറേ കരഞ്ഞും നിലവിളിച്ചും അങ്ങനെയൊക്കെ പെണ്ണുങ്ങളുടെ ഫ്രസ്ട്രേഷൻ തീർക്കും. ആണുങ്ങൾ അത് അവരുടെ അതുകൊണ്ടല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ഒരു പെണ്ണുണ്ടെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ നടക്കും, പെണ്ണിൻ്റെ കാര്യവും നടക്കും. കല്യാണം കഴിക്കുമോ? എന്തിനാണിങ്ങനെ ചിന്തിച്ചിരിക്കണം നിങ്ങൾ? അയ്യോ മറ്റൊരാൾക്ക് എന്ത് തോന്നും, മറ്റവർക്ക് എന്ത് തോന്നും, എന്ത് തോന്നും എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്നത് നമുക്ക് അവിടെ ഇരിക്കലേ ഉണ്ടാവുള്ളൂ. ആരെയും ചിന്തിക്കാണ്ട്, ആരെയും മൈൻഡാക്കാണ്ട് നിങ്ങൾ ധൈര്യപൂർവ്വം മുന്നോട്ട് വരിക. നിങ്ങളുടെ നാട്ടിലോ അറിയാമെന്നുള്ളവരോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കെട്ടി സുഖമായിട്ട് അന്തസ്സോടുകൂടി ആ പെണ്ണിൻ്റെ കൈ പിടിച്ചുകൊണ്ട് നിങ്ങൾ ജീവിക്കുക. ആരും ഒന്നും പറയാനില്ല. ആരും ഒന്നും പറയാനായിട്ട് അവരുടെ ചിലവിലൊന്നുമല്ല നിങ്ങൾ ജീവിക്കുന്നത്. നിങ്ങളുടെ പാരൻസിനെ അങ്ങ് പറഞ്ഞ് മനസ്സിലാക്കിയാൽ മതി. 2 പ്രാവശ്യം ഒന്ന് തുറന്ന് പറഞ്ഞാൽ അവർ പിന്നെ അടങ്ങിയിരുന്നോളൂ. അവരോടും പറയുക, ഇത്ര നാളായിട്ട് നിങ്ങൾക്ക് ആർക്കും എന്നെ കെട്ടിച്ചേരാൻ പറ്റിയില്ലല്ലോ,
അപ്പോൾ എനിക്കൊരു ഇഷ്ടമുള്ളൊരു പെണ്ണിനെ കൊണ്ടുവന്ന് ഞാൻ കെട്ടി ജീവിക്കാൻ പോകുന്നു, അത്ര തന്നെ. ഒരാണിന് ധൈര്യങ്ങളില്ല. എത്രയാണ് അങ്ങനെ നിൽക്കുന്നതെന്നറിയോ? ഇന്ന് കിട്ടും നാളെ കിട്ടും. 45 വയസ്സായാലും ഇപ്പോൾ വരും 18 വയസ്സായ പെണ്ണെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പെൺപിള്ളേരൊന്നും ഇല്ലടോ, ഉള്ളതൊക്കെ കെട്ട്. നിങ്ങൾ കിട്ടിയ പെണ്ണിനെ കെട്ട്. ഏതെങ്കിലും പെണ്ണിനെ കണ്ട് ഇഷ്ടപ്പെട്ടാൽ കെട്ട്. 17 വയസ്സാകുമ്പോൾ ആ പെണ്ണിനെ വിളിച്ചാൽ പെണ്ണ് വരുവാ? പെണ്ണ് വരെയൊന്നുമില്ല. പെണ്ണുങ്ങളൊരു 50 വയസ്സ് ഒരു അടിപൊളിയായിട്ട് തന്നെ ഇരിക്കും. അത് നിങ്ങൾ ഓർക്കുക. അപ്പം ആ പെണ്ണുങ്ങൾക്ക് കിട്ടുന്ന ചെക്കനെ കെട്ടി അവരങ്ങ് പോവും. പിന്നെ നട്ടലിന് പകരം വാഴപ്പിണ്ടിയുള്ളവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. വാഴപ്പിണ്ടിയായിട്ട് വെച്ച് കിടക്കുന്ന പറയണുണ്ട് നട്ടലിന് പകരം. അവരോട് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. പിന്നെ പെണ്ണിനൊരു വാക്ക് കൊടുത്താൽ വാക്ക് തന്നെയായിരിക്കണം. പ്രേമിക്കാനും പിടിക്കാനോ നിൽക്കണ്ട. ആ പെണ്ണിനെ കൈയോട് പിടിച്ച് ഞാൻ കെട്ടിക്കൊണ്ട് പോകും, അത്ര തന്നെ. പെണ്ണിനോട് നേരിട്ട് പറയാം. പെണ്ണിൻ്റെ വീട്ടുകാരെ സമ്മതത്തിന് നിൽക്കണ്ട. പെണ്ണിനെയും പറഞ്ഞ് മനസ്സിലാക്കുക. പെൺപിള്ളേർ ഇങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിലും ഞാൻ പറയുകയാണ്, നിങ്ങൾ മക്കൾക്ക് വേണ്ടിയിട്ട് ജീവിതം കളഞ്ഞ് തുലയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. മക്കളങ്ങ് കെട്ടിപ്പോവും. കുറച്ച് നാൾ കഴിയുമ്പോൾ മക്കൾ ചോദിക്കും, ഞങ്ങൾ പറഞ്ഞാൽ നിങ്ങളോട് ഇങ്ങനെ നിൽക്കാനെന്ന് ചോദിക്കും. പിന്നെ കൊണ്ടുവരുമ്പം എത്രയായാലും കുട്ടികളെ സേഫാക്കി നിർത്തുക. ഇപ്പോൾ സ്വന്തം അച്ഛന്മാരെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത കാലം ആരെയായാലും വിശ്വസിക്കാൻ പറ്റാത്ത കാലം. അപ്പോൾ മക്കളെ എപ്പോഴും സേഫായിട്ട് അവരെ നോക്കുക. പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും നിങ്ങൾ സേഫായിട്ട് സൂക്ഷിക്കുക. അവരെ കെയർ ചെയ്യുക. നിങ്ങളുടെ കസ്റ്റഡിയിൽ തന്നെ എപ്പോഴും ഒരു കണ്ണല്ല 2 കണ്ണ് മക്കളിൽ ഉണ്ടാവുക. ധൈര്യപൂർവ്വം നിങ്ങൾ കെട്ടി ജീവിക്കുക.